ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതുവരെയായിരുന്നു എന്താണ് തിയററ്റിക്കൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞ ഈ ബോക്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു, അല്ലെങ്കിൽ അതിന് പറയുന്ന മറ്റൊരു പേരാണ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് ഒന്നുകൂടി അതിൽ നിന്ന് ഷോർട്ടാക്കി എഴുതാൻ പോവാം. അതായത് ഈ തിയററ്റിക്കൽ ഫ്രീക്വൻസി എക്സ് വാല്യൂസ് എടുത്തെഴുതി 0 മുതൽ 6 വരെ, പിന്നെ അതിൻ്റെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി വാല്യൂ റൗണ്ട് ചെയ്തിട്ടുള്ള വാല്യൂ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ നോക്കിക്കേ, ഫസ്റ്റ് ആൻസർ എന്താ കിട്ടിയിരിക്കുന്നത്? തിയററ്റിക്കൽ ഫ്രീക്വൻസി 37.2 അല്ലേ? അപ്പോൾ അതിനെ നമുക്ക് റൗണ്ട് ചെയ്ത് 37 എന്ന് എഴുതാം. 37. അടുത്തത് 36.8, അതിനെ റൗണ്ട് ചെയ്തിട്ട് നമുക്ക് എന്താക്കാം? ഇവിടെ 8 5-ൽ കൂടുതൽ വാല്യൂ വന്നാൽ നമുക്കതിനെ റൗണ്ട് ചെയ്ത് ഒന്ന് കൂട്ടാമല്ലോ ഇപ്പുറത്ത്, അപ്പോൾ 37. അതുപോലെ അടുത്ത് 18.2 എന്നതിന് 18 എഴുതാം. 6-ന് അതുപോലെ 6. പിന്നെ 1.5 എന്ന് പറഞ്ഞാൽ 5-ഓ അതിൽ കൂടുതലോ സംഖ്യ പോയിന്റിന് ശേഷം വന്നു കഴിഞ്ഞാൽ ഇപ്പുറത്തെ സംഖ്യയോട് കൂടി ഒന്ന് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ 2 എന്ന് എഴുതാം. 1.5-നെ റൗണ്ട് ചെയ്ത് 2 എന്ന് എഴുതാം. 0.3-ന് നമുക്ക് എന്താക്കി പരിഗണിക്കാം? 0. 0.1-നെ 0 ആക്കി പരിഗണിക്കാം. അങ്ങനെ റൗണ്ട് ചെയ്ത് എഴുതിയതാണ് ഈ ബോക്സിൽ. അപ്പോൾ ഫോർ ബോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ മീൻ ആൻഡ് വാരിയൻസ് ആർ ഈക്വൽ ടു എം. ഇവിടെ ചോദിച്ചിട്ടുണ്ട് കൃത്യമായിട്ട് ലാസ്റ്റ് പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ട് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യണം. അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ആൾസോ കമ്പ്യൂട്ട് വാരിയൻസ് ഓഫ് ഫിറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ. അതുകൂടാതെ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നിന്നും ഇതിൻ്റെ വാരിയൻസും കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു കാര്യം തൊട്ട് മുന്നേ ഒരു തിയറി പാർട്ടിൽ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. പോയ്സൺ ഡിസ്ട്രിബ്യൂഷനിൽ എപ്പോഴും വാരിയൻസും മീനും ഈക്വൽ ആയിരിക്കും. നോക്കിക്കേ അതിൻ്റെ നോട്ട് ഇതാ, മീൻ ഈക്വൽ ടു എം, വാരിയൻസ് ഈക്വൽ ടു എം. കണ്ടോ, മീനും വാരിയൻസും ഒരേ വാല്യൂ തന്നെയാണ് വരിക. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ മീൻ ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട് 0.99. അപ്പോൾ അത് തന്നെയല്ലേ ഇവിടെ ആൻസർ വരിക. കമ്പ്യൂട്ട് വാരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വാരിയൻസിൻ്റെ വാല്യൂ അപ്പോൾ എന്ത് തന്നെയായിരിക്കും? 0.99. അതാണ് ഇവിടെ ലാസ്റ്റ് എഴുതിയിരിക്കുന്നത്. ഫോർ എ പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ മീൻ ആൻഡ് വാരിയൻസ് ആർ ഈക്വൽ ടു എം, വാരിയൻസ് ഈസ് ഈക്വൽ ടു 0.99. പോയ്സൺ ഡിസ്ട്രിബ്യൂഷനിൽ മീനും വാരിയൻസും ഒക്കെ ഈക്വൽ ആണ്. അങ്ങനെ ഒരു റൂൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ എമ്മിൻ്റെ വാല്യൂ എന്ത് തന്നെയായിരിക്കും? 0.99. ക്ലിയർ ആയല്ലോ? അടുത്തത്, if a random variable x follows a Poisson distribution such that p of x equal to 1 equal to p of x equal to 2, find p of x equal to 0. ഇതൊരു ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇതുവരെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ആൻസറിലേക്ക് എത്താൻ നോക്കാം. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു ക്ലൂ ആയിട്ട് തന്നിരിക്കുന്നത് p of x equal to 1 എന്തിന് ഈക്വൽ ആണ്? p of x equal to 2-ന് ഈക്വൽ ആണ്. അങ്ങനെയെങ്കിൽ p of x equal to 0 കണ്ടെത്താമോ എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇക്വേഷൻ എന്താ? p of x equal to e raised to minus m m raised to x divided by x factorial ആണ് എന്ന് എഴുതാം അല്ലേ? അതാണ് അതിൻ്റെ ഇക്വേഷൻ. ഇനി ആദ്യത്തെ കേസ് എന്താ പറഞ്ഞിരിക്കുന്നത്? p of x equal to 1. x equal to 1 ആണെങ്കിൽ ഈ ഇക്വേഷനിൽ എന്ത് മാറ്റാൻ വരിക? x കാണുന്നിടത്തൊക്കെ 1 കൊടുത്തൂടെ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? p of x equal to 1 e raised to minus m m raised to x എന്നിടത്ത് m raised to 1 by x factorial by 1 factorial. x കാണുന്നിടത്തൊക്കെ 1 കൊടുത്തു. ഇനി p of x equal to 2 എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷനിൽ x കാണുന്നിടത്തൊക്കെ 2 കൊടുക്കുക. അപ്പോൾ എങ്ങനെ വരും? e raised to minus m m square divided by 2 factorial എന്ന് പറയും അല്ലേ? ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഈ x equal to 1 p of x equal to 2 രണ്ടും ഈക്വൽ ആണെന്ന് അല്ലേ? അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഈക്വൽ ആണ് എന്ന രീതിയിൽ നമുക്കിവിടെ ചെയ്യാം. ആ സ്റ്റെപ്പ് ഇവിടെ ചെയ്തിട്ടുണ്ട്, ഇതിലില്ല. അപ്പോൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. e raised to minus m e raised to minus m m raised to 1 divided by 1 factorial ഈക്വൽ ടു, കാരണം ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ആൻസർ എന്തിന് ഈക്വൽ ആയിരിക്കും? ഈ ആൻസറിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ e raised to minus m m raised to 1 by 1 factorial ആദ്യത്തെ ആൻസർ ഈക്വൽ ടു രണ്ടാമത്തെ ആൻസർ e raised to minus m m square divided by 2 factorial. പിന്നെ മാത്സിലൊരു റൂളുണ്ട്, അറിയാമോ? ഈക്വലിൻ്റെ രണ്ട് സൈഡിലും ഒരേ ടേം വന്നു കഴിഞ്ഞാൽ ക്യാൻസൽ ചെയ്യാമെന്ന് ഒരു റൂളുണ്ട്. അപ്പോൾ രണ്ട് ടേം ഇവിടെ ഒരേപോലെ വരുന്നുണ്ട്. e raised to minus m e raised to minus m അത് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, പിന്നെ ഇവിടെ m raised to 1 ഉണ്ട്, m square ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് എമ്മും പോവും, ഇവിടെ നിന്ന് ഒരു എമ്മും പോവും അല്ലേ? അപ്പോൾ ഇവിടെ ബാലൻസ് എന്തേ വരുള്ളൂ? അതായത് എം മൊത്തം പോയല്ലോ, ഇത് രണ്ട് ടേമും പോയി. അപ്പോൾ 1 ആണ് ബാലൻസ് ഉണ്ടാവും, 1 by 1 factorial. പിന്നെ ഇവിടെ ഒരു എം ബാലൻസ് ഉണ്ട്, അപ്പോൾ m by 2 factorial. അപ്പോൾ ആൻസർ എന്താ വരിക? 1 by 1 factorial എന്ന് പറഞ്ഞാൽ 1 തന്നെ. പിന്നെ m by 2 factorial എന്ന് പറയുമ്പോൾ 2 into 1. അപ്പോൾ ആൻസർ എങ്ങനെ വരും? 1 equal to m by 2. ഇനി ഇതിനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 1 into 2. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ എന്താ വരിക? 2 എന്ന് വരും. ഓക്കെ, അപ്പോൾ ആൻസർ ഇങ്ങനെ വരും. ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ സ്റ്റെപ്പ് മൊത്തം എഴുതിയിട്ടില്ലെങ്കിലും ആൻസർ ഇവിടെ കിടക്കുന്നു. സിൻസ് p of x equal to 1 equal to p of x equal to 2, ഈ രണ്ട് ടേം ഈക്വൽ എന്ന രീതിയിൽ എഴുതി. അപ്പോൾ ലാസ്റ്റ് 1 equal to m by 2 എന്ന് വരും.
ദെർഫോർ എം ഈക്വൽ ടു 2 എന്ന് കിട്ടി. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ ഇവിടെ കൃത്യമായിട്ട് കിട്ടിയല്ലേ. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ, ഫൈൻഡ് പി ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്നാണ്. എക്സിൻ്റെ വാല്യൂ 0 ആവുന്ന കേസിൽ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എക്സ് കാണുന്നിടത്ത് നമുക്ക് എന്ത് കൊടുക്കാം, 0 എന്ന് കൊടുക്കാം. പുട്ടിങ് എക്സ് ഈക്വൽ ടു 0 ആൻഡ് എം ഈക്വൽ ടു 2 ഇൻ ഇക്വേഷൻ നമ്പർ 1. ഇവിടെ എമ്മിൻ്റെ സ്ഥാനത്ത് 2 എന്നും എക്സിൻ്റെ സ്ഥാനത്ത് 0 എന്നും കൊടുക്കണം. അപ്പോൾ ആൻസർ എങ്ങനെ വരും, പി ഓഫ് എക്സ് ഈക്വൽ ടു 0 e raised to minus 2 2 raised to 0 ഡിവൈഡഡ് ബൈ 0 ഫാക്ടോറിയൽ. ഇവിടെ ഈ 2 raised to 0 എന്ന ടേമും 0 ഫാക്ടോറിയലും എന്തായി മാറും, 1 ആയി മാറും. ബാക്കി e raised to minus 2 എന്ന് മാത്രമല്ലേ ഉള്ളൂ. അതിൻ്റെ ആൻസർ നിങ്ങൾ കാൽക്കുലേറ്ററിൽ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും 0.01353 എന്ന് ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഇവിടെ ഒരു കണ്ടീഷൻ തന്നിട്ട് അതിൽ നിന്നും പി ഓഫ് എക്സ് ഈക്വൽ ടു 0 കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അതായത് പി ഓഫ് എക്സ് ഈക്വൽ ടു 1 എന്തിന് ഈക്വലാണ്, പി ഓഫ് എക്സ് ഈക്വൽ ടു 2 ഈക്വലാണ്. അതിൽ നിന്നും എമ്മിൻ്റെ വാല്യൂ കണ്ടെത്തി എന്നിട്ട് ഇതിൽ അപ്ലൈ ചെയ്തു. അപ്പോൾ ഈ ആൻസർ കിട്ടി. ഓക്കെ, അപ്പോൾ ഇതും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്തത് ഇഫ് n ഈക്വൽ ടു 10 p ഈക്വൽ ടു 0.1. ഇവിടെ എന്നും പിയും ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ഫൈൻഡ് പി ഓഫ് എക്സ് ഈക്വൽ ടു 2 by both the binomial and Poisson distribution and show that Poisson distribution is an approximation of binomial distribution. ഇവിടെ എന്നിൻ്റെയും പിയുടെയും വാല്യൂ തന്നിട്ടുണ്ട്. പിന്നെ പി ഓഫ് എക്സ് ഈക്വൽ ടു 2 കാണാനും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനും പോയ്സൺ ഡിസ്ട്രിബ്യൂഷനും ബൈ ബോത്ത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ. അതായത് പി ഓഫ് എക്സ് ഈക്വൽ ടു 2 കാണേണ്ടത് ഏതൊക്കെ മെത്തേഡിൽ കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട്, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിലും പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിലും കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി, ഷോ ദാറ്റ് പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ പി ഡി എന്ന് പറഞ്ഞാൽ പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ, ബി ഡി എന്ന് പറഞ്ഞാൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ ഈസ് ആൻ അപ്രോക്സിമേഷൻ ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പ്രൂവ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇക്വേഷൻ എഴുതുന്നു. പഠിച്ചിട്ടുള്ളതാണ്, ഓർമ്മ ഉണ്ടാവണം. എന്താണ്, പി ഓഫ് എക്സ് ഈക്വൽ ടു എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് എന്നാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇക്വേഷൻ. ഇവിടെ പിയുടെ വാല്യൂ കറക്റ്റ് തന്നിട്ടുണ്ട് 0.1, എന്നിൻ്റെ വാല്യൂ 10 എന്ന് തന്നിട്ടുണ്ട് അല്ലേ. പിന്നെ എക്സ് 2 ആണെന്നും തന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും വാല്യൂസ് നമ്മളിവിടെ കൊടുക്കുകയാണ്. പി ഓഫ് എക്സ് ഈക്വൽ ടു 2, അപ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം, 10 അല്ലേ. അപ്പോൾ 10c2, എക്സിന് പകരം 2 എന്ന് കൊടുക്കാം. പിക്ക് പകരം എന്ത് കൊടുക്കാം, 0.1 ഹോൾ സ്ക്വയർ. അടുത്തത് ക്യൂവിൻ്റെ വാല്യൂ എന്താ വരിക, 0.9. അതെങ്ങനെ ക്യൂവിൻ്റെ വാല്യൂ കാണുക, ക്യൂ നമുക്ക് തന്നിട്ടില്ല, പക്ഷെ നമുക്ക് അറിയാം എങ്ങനെ കാണാമെന്ന്. ക്യൂ ഈക്വൽ ടു 1 മൈനസ് പി എന്നൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 0. പിക്ക് പകരം എന്ത് കൊടുക്കാം, ഇവിടെ തന്നിട്ടുണ്ടല്ലോ 1 അല്ലേ. അപ്പോൾ ആൻസർ കിട്ടുന്നത് 0.9 എന്നായിരിക്കും. അപ്പോൾ ഇവിടെ ക്യൂവിന് പകരം 0.9, പിന്നെ ഓൾ റേസ് ടു n മൈനസ് എക്സ് എന്നല്ലേ. n എന്താ 10 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ 2. അപ്പോൾ അത്രയും ഇക്വേഷനിൽ ഇത്രയും വാല്യൂസ് കൊടുത്ത ശേഷം ഇതിൻ്റെയൊക്കെ ആൻസർ കിട്ടുമ്പോൾ ലാസ്റ്റ് നമുക്ക് കിട്ടുന്നത് 0.19 എന്നായിരിക്കും. ക്ലിയർ ആയല്ലോ. അടുത്തത് ഇതിപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പ്രകാരം നമ്മൾ ആ ആൻസർ കണ്ടെത്തി. പിന്നെ അതേത് കൂടി കാണണം പറഞ്ഞിട്ടുണ്ട്, പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇക്വേഷൻ e raised to minus m raised to x divided by x factorial. m ഈക്വൽ ടു നമുക്കറിയാം n ഇൻറ്റു പി ആണ്. എന്ന് വെച്ചാൽ 10 ഇൻറ്റു പിയുടെ വാല്യൂ 0.1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഇനി എക്സിന് 2 കൊടുക്കുക, എക്സ് 2 എന്ന് അപ്ലൈ ചെയ്യുക. അപ്പോൾ പി ഓഫ് എക്സ് ഈക്വൽ ടു 2 എന്ന് പറയുമ്പോൾ e raised to മൈനസ് m എന്നുള്ളിടത്ത് 1 എന്ന് കൊടുക്കാം. 1 raised to എമ്മിൻ്റെ സ്ഥാനത്ത് 1 raised to എക്സിന് പകരം 2 by 2 ഫാക്ടോറിയൽ. ലാസ്റ്റ് ആൻസർ 0.18 എന്ന് വരും. ക്ലിയർ. അപ്പോൾ 2 കാര്യങ്ങളിപ്പോൾ ചെയ്തു. ഇനി ഒരു കാര്യം കൂടി ചെയ്യണം. ഈ 2 ആൻസറും തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്യാം. അപ്പോൾ പി ഓഫ് എക്സ് ഈക്വൽ ടു 2 ഈസ് 0.19 അല്ലേ. ആദ്യത്തെ കേസിൽ 0.19 എന്ന് കിട്ടിയല്ലോ അണ്ടർ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പ്രകാരം ഇവിടെ 0.19 എന്നും, ആൻഡ് ഇറ്റ് ഈസ് 0.18 അണ്ടർ പോയ്സൺ ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് നമുക്ക് കിട്ടിയ ആൻസർ എത്രയാണ്, 0.18 എന്നുമാണ്. അതുകൊണ്ട് തന്നെ ദെർഫോർ പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ ഈസ് ആൻ അപ്രോക്സിമേഷൻ ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. ഇതല്ലേ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. രണ്ടും ഏകദേശം അടുത്തടുത്ത വാല്യൂസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി അടുത്തത് ചെറിയൊരു കാര്യം. കമൻറ്റ് ഓൺ ദ ഫോളോയിങ് ഫോർ എ പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ മീൻ ഈക്വൽ ടു 8 വാരിയൻസ് ഈക്വൽ ടു 7. താഴെ തന്നിട്ടുള്ള ഒരു കാര്യം പോയ്സൺ ഡിസ്ട്രിബ്യൂഷനെ ബേസ് ചെയ്ത് തന്നതാണ്. അവിടെ തന്നിട്ടുണ്ട് എന്താണ്, മീൻ ഈക്വൽ ടു 8 വാരിയൻസ് ഈക്വൽ ടു 7. ഇതിന് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടോ, എന്താണിത് കൊണ്ട് മീൻ ചെയ്യുന്നത്? അപ്പോൾ അതൊന്ന് കമൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ തിയറി പാർട്ടിൽ, എപ്പോഴും പോയ്സൺ ഡിസ്ട്രിബ്യൂഷനിൽ മീനും വാരിയൻസും ഈക്വൽ ആയിരിക്കണമെന്ന് അല്ലേ.
പക്ഷേ ഇവിടെ ഈക്വൽ ആണോ? മീൻ 8 ആണ്, വാരിയൻസ് 7 ആണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആവോ? ഇല്ല. അപ്പോൾ അതൊന്നും അവിടെ എഴുതിയാൽ മതി. ആൻസർ ഇങ്ങനെ എഴുതാം. ഫോർ എ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ മീൻ ഈക്വൽ ടു വാരിയൻസ്. നമുക്കറിയാം പോയിസൺ ഡിസ്ട്രിബ്യൂഷനിൽ എപ്പോഴും മീനും വാരിയൻസിൻ്റെയും വാല്യൂ ഈക്വൽ ആയിരിക്കണം. പക്ഷേ ഇവിടെ ഈക്വൽ ആണോ? അല്ല. അതുകൊണ്ട് ഇത് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ അല്ല. അപ്പോൾ അതൊന്നും എഴുതാം. ഇൻ ദ ഗിവൺ ഇൻഫർമേഷൻ മീൻ ആൻഡ് വാരിയൻസ് ആർ നോട്ട് ഈക്വൽ. ഇവിടെ ഈക്വൽ അല്ല. സോ ദ ഗിവൺ ഈസ് നോട്ട് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ. അതുകൊണ്ട് തന്നെ ഈ തന്നിരിക്കുന്ന വാല്യൂ എന്തല്ല? പോയിസൺ ഡിസ്ട്രിബ്യൂഷനിൽ വരുന്നതല്ല. എന്തുകൊണ്ടാണെന്ന് നമ്മൾ തിയറി പാർട്ടിൽ പറഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ ഇത്രയും ക്ലിയർ ആണല്ലോ. ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക.